കൊച്ചിയിൽ നൈറ്റ് ലൈഫിൽ എന്നാരാ പറഞ്ഞത്? കൊച്ചിയിൽ നൈറ്റ് ലൈഫ് ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ രാത്രി പാരാത്രി റോട്ടിലിറങ്ങി എത്ര ആൾക്കാർ എൻജോയ് ചെയ്യുന്ന കാണാം ഇല്ലേ? പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. ഈ പല നാടുകളിൽ പോയിട്ട് നമ്മുടെ നാട്ടിനെ കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് മാറി മാറി വരുമല്ലോ. അപ്പൊ ചിലതിനോടൊക്കെ നമുക്ക് പുച്ഛവും വരും. പക്ഷെ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു ഈ കേരളം ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതിയോ, എത്രയൊക്കെ മാറണം എന്നൊക്കെയുള്ള ഒരു മനസ്സിനകത്ത് ഒരു ഐഡിയ മാറിയിട്ടുണ്ടാവല്ലോ, ഒരു ഗ്ലോബൽ മാൻ ആവുമ്പോഴത്തേക്ക്. ഇത്രയും കാലത്തെ യാത്ര കൊണ്ടുണ്ടാക്കിയ ഒരു നമ്മുടെ ഒരു വിഷൻ ഉണ്ടല്ലോ. അതെ, കേരളം ഇനി മാറേണ്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. കേരളം ഇനി മാറിയില്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ യൂത്ത് എന്ന് പറയുന്ന ഒരു വലിയൊരു കൂട്ടം കേരളം മാത്രമല്ല ഇന്ത്യ തന്നെ വിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക പല ആൾക്കാരും. സോ എന്തുകൊണ്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് പോകുന്നത്? തൊഴിലവസരങ്ങൾ മാത്രമല്ല. തൊഴിലവസരം മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? എന്റർടൈൻമെന്റ് വേണ്ടേ? പ്രോപ്പറായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റിന് ഇവിടെ കൊച്ചിയിൽ പോട്ടെ, കേരളത്തിൽ എത്ര നൈറ്റ് ക്ലബ്ബുകളുണ്ട്? നമുക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ വിചാരിച്ച നിശാ ക്ലബ്ബുകൾ എന്നൊക്കെ പറഞ്ഞ എന്തോ ഭയങ്കര ഒരു മോശം കാര്യമായിട്ടാണ്. നിശാ ക്ലബ്ബ് നൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകല് മൊത്തം ജോലികളൊക്കെ ചെയ്ത് ആളുകൾ രാത്രിയിൽ എന്താ പറയാ സംസാരിക്കാനും വേണമെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ബിയർ കഴിക്കാൻ, മദ്യം കഴിക്കാനൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര പാവമാണ് പല ആൾക്കാർക്കും. ഞാനതിനെ പുണ്യവൽക്കരിക്കുകയല്ല, മഹത്വവൽക്കരിക്കുകയല്ല. അതൊക്കെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. വൈകിട്ട് 2 ബിയർ കഴിച്ച് ഭക്ഷണം കഴിച്ച് ഫ്രണ്ട്സും ഫാമിലി ആയിട്ടും ഒക്കെ പോയിരുന്ന് സംസാരിച്ച് ഒരു ചെലവഴിക്കുന്ന ഒരു കൾച്ചർ എന്ന് പറയുന്നത് ലോകമെമ്പാടും നമ്മൾ കാണുന്ന സംഭവമാണ്. അപ്പൊ അതിലുപരിയായിട്ട് നൈറ്റ് ക്ലബ്ബുകൾ എന്ന് പറയുന്നത് വീക്കെൻഡ് നൈറ്റ് ക്ലബ്ബുകളുണ്ട്. ഈ പറഞ്ഞ പോലെ യൂത്തും അല്ലാത്ത ആൾക്കാരെല്ലാം അവർ പോകുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. അവരുടെ ഒരാഴ്ചത്തെ കംപ്ലീറ്റ് സ്ട്രെസ് അവർ വീക്കെൻഡ്സിൽ നൈറ്റ് ക്ലബ്ബുകളിൽ പോയിട്ട് അവർ റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെ എല്ലാ സംഭവങ്ങൾക്കും ഒരു പരിധി നമ്മളാണ് വെക്കേണ്ടത്. എവിടെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യണം, എന്ത് റെസ്ട്രിക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഇപ്പോഴും കേരളത്തിൽ കുറവാണ്. ഇപ്പോഴും രാത്രി 11 മണിയാകുമ്പോൾ എല്ലാം അടച്ചു പോകും. നേരെ മറിച്ച് യു ഗോ ടു ബാംഗ്ലൂർ, യു ഗോ ടു സിറ്റീസ് ലൈക്ക് മുംബൈ, ഡൽഹി ആൻഡ് ഓൾ, വെളുപ്പിനെ 1 മണി 2 മണി വരെയൊക്കെ നൈറ്റ് പാർട്ടീസും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ അത് അലോ ചെയ്യണമെന്നല്ല പറയുന്നത്, അതുപോലെയുള്ള കുറേ സംഭവങ്ങൾ, യൂത്തിന് വേണ്ട കുറേ കാര്യങ്ങളും കൂടെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് പല സംഭവങ്ങളും. അതോടൊപ്പം തന്നെ നമ്മൾ മാറേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കുറേ നിരീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും പിന്നെ എത്രയൊക്കെ വ്യവസായങ്ങൾ ഇവിടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി അവസാനം പല ആൾക്കാരും പൂട്ടിപ്പോകുന്നു. പല രീതിയിൽ ക്രൂശിക്കപ്പെടുന്നു, ഉപദ്രവിക്കപ്പെടുന്നു. അത് പല ഡിപ്പാർട്ട്മെന്റുകൾ ഉപദ്രവിക്കപ്പെടുന്നു. അങ്ങനെയുള്ള പല സംഭവങ്ങളും നടക്കുന്നത് കൊണ്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും മടിയാവുന്നു. അപ്പോ കേരളം ഒരു ഓൺടർപ്രണർ ഫ്രണ്ട്ലിയും കൂടെ ആയി വരണം. ഇപ്പൊ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചൊക്കെയാണ്. പക്ഷെ കുറച്ചും കൂടെ അത് ഓൺടർപ്രണർ ഫ്രണ്ട്ലി ആയി വരണം. പിന്നെ എത്ര ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഫോർ എക്സാമ്പിൾ നേഴ്സുമാര്, ഡോക്ടർമാര്. എന്തുകൊണ്ടാണ് അവർ പോകുന്നത്? ഇവിടെ ഒരു നേഴ്സിന് ഒരു മാസം എത്ര രൂപ ശമ്പളം കിട്ടും? ഒരു ആശുപത്രിയിൽ പട്ടിപ്പണിയാണ് എടുക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുത്തി പണിയെടുക്കുന്നു. എത്ര രൂപ ശമ്പളം കൊടുക്കുന്നു? എനിക്കറിയാം എപ്പോഴും 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും അതിലും താഴെ പൈസയ്ക്ക് ജോലി ചെയ്യുന്ന MBBS പഠിച്ച ഡോക്ടർമാരും നഴ്സുമാരും വരെ ഉണ്ട്. അവരൊക്കെ എത്ര പൈസ മുടക്കിയാണ് അവരൊക്കെ പഠിക്കുന്നത്. അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം. നേരെ മറിച്ച് പുറത്തു പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മാസം കിട്ടുന്ന സാലറി അവിടെ ഒരു ദിവസം 1 മണിക്കൂറോ കിട്ടും. അതുകൊണ്ടാണ് ഇവരൊക്കെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ മാറേണ്ടതായിട്ടിരിക്കുന്നു. കുറ്റം പറയുമ്പോൾ ഇഷ്ടംപോലെ കുറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ കുറേയൊക്കെ മാറണം. കുറേയൊക്കെ നമ്മൾ മാറി. ഇത്രയൊക്കെ ഞാൻ പല രാജ്യങ്ങളിൽ പോയി എന്ന് പറഞ്ഞാലും എനിക്ക് ജീവിക്കാൻ ഏറ്റവും ഇഷ്ടം എന്റെ നാട്ടിൽ തന്നെയാണ്. അപ്പൊ എനിക്കും വേണമെങ്കിൽ പുറത്തേക്ക് വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ അത് ചെയ്യാതെ എനിക്ക് എന്റെ നാട്ടിൽ ജീവിക്കാനാണ് ഇഷ്ടം. ഇപ്പൊ മിഡിൽ ഈസ്റ്റില് ദുബായ് ഒക്കെ കുറെ കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നതുകൊണ്ടല്ലേ അവിടെ വ്യവസായവും എന്റർടൈൻമെന്റും ഒക്കെ തേടിയിട്ട് ആൾക്കാർ വരുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ എനിക്കടക്കം ധാരാളം ആളുകൾക്ക്, എനിക്ക് പോലും ഗോൾഡൻ വിസ കിട്ടി. 10 കൊല്ലത്തെ റെസിഡൻസ് വിസയാണ് തന്നിരിക്കുന്നത്. ഈ 10 കൊല്ലത്തെ റെസിഡൻസ് വിസ തന്നതുകൊണ്ട് എത്ര ആളുകൾ ഇവിടെ നിന്ന് അവരുടെ ബിസിനസ്സുകളും സകലമാന പരിപാടികളും ദുബായ് പോലെയുള്ള രാജ്യത്തേക്ക് മാറ്റിയെന്നറിയാവോ? എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ കിടക്കേണ്ട ഫണ്ടില്ല, ഇവിടെ വരേണ്ട ഫണ്ടാണ് അവിടേക്ക് മാറ്റുന്നത്. അപ്പൊ അവര് ബുദ്ധിമാന്മാരാ. അവര് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വിസ കൊടുത്തും പല സൗകര്യങ്ങൾ കൊടുത്തും അവരിങ്ങനെ പല ആളുകളെയും, കഴിവുള്ള ആളുകളെ അങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അന്നേരം നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? നമ്മളിവിടെ പരമാവധി ഉപദ്രവിച്ച് എല്ലാവരും പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ കരയും കിടന്നിട്ട് എന്താണ് നമ്മുടെ യൂത്ത് എല്ലാം നാട് വിട്ടു പോകുന്നു, കേരളം ഇനി വൃദ്ധന്മാരുടെ താവളമാകും എന്നൊക്കെ പറയുന്നത് ശരിയാകും.
ഇങ്ങനെയൊക്കെ യൂത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ കേരളം വൃദ്ധന്മാരുടെ ആലയം തന്നെയായി മാറും. എന്നിട്ട് ഇവിടെ മിഡിൽ ഈസ്റ്റിലെ യുവാക്കളായിട്ടുള്ള എത്ര ആളുകൾ രാഷ്ട്രീയത്തിലുണ്ട്? ഇനി ആരെങ്കിലും രാഷ്ട്രീയത്തിൽ യുവാക്കളായിട്ടുള്ള ഒരു പൊങ്ങി വന്നു കഴിഞ്ഞാൽ അവരെ അടിച്ചു താർത്തുക എന്നല്ല നമ്മൾ കണ്ടിട്ടുള്ളത് പല സംഭവങ്ങളും. എത്ര യൂത്ത് എന്ന് ഞാൻ പറയുന്ന ഒരു പോട്ടെ, ഒരു 40 വയസ്സ് വരെ യൂത്ത് എന്ന് പറയാം. 40 വയസ്സിൽ താഴെയുള്ള എത്ര MLA-മാരും MP-മാരും നമുക്കുണ്ട്? അതൊന്ന് ആലോചിക്കുക. അപ്പം ഈ പ്രായമായവര് കൊള്ളൂല എന്നല്ല ഞാൻ പറയുന്നത്, അല്ലെ 40 വയസ്സിന് മുകളിലുള്ളവർ അവര് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ ചിന്താഗതികൾ ആ രീതിയിലായിരിക്കും. അവര് യൂത്ത് ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ചിന്തിക്കുന്നത്. യൂത്തിന്റെ ഇഷ്ടം കണ്ടായിരിക്കത്തില്ല അവരുടെ പല തീരുമാനങ്ങളും വരുന്നത്. അപ്പൊ അത് മാറണമെങ്കിൽ നമ്മൾ കൂടുതൽ യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരണം. ഇപ്പൊ രാഷ്ട്രീയത്തിൽ പോലും സമരം പിടിക്കാൻ കൊടി പിടിക്കാൻ ആളെ കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ശരിയാണെന്ന് തോന്നുന്നു. അങ്ങനെ പല സംഭവങ്ങളും അല്ല ഇപ്പം ഇവന്റ് ഗ്രൂപ്പിനെ കേൾപ്പിക്കാറുണ്ട് കൊടികെട്ട് കെട്ടുന്ന വലിയ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോൾ. അതുപോലെ ഈ മിഡിൽ ഈസ്റ്റിനെ ചിലപ്പോഴൊക്കെ നമ്മൾ കുറ്റം പറയും, പല നിയമങ്ങളെ കുറിച്ചൊക്കെ പറയാം. പക്ഷേ ഈ ദുബായ് ഒക്കെ എത്ര നല്ല രീതിയിലാണ് നടത്തുന്നതെന്നാണ് എല്ലാവരും രാജ്യത്തെമ്പാടുള്ളവരും പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ മാറാൻ ആ കൺട്രിക്ക് കഴിയുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടെ ജനാധിപത്യപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അങ്ങനെയല്ലേ അതിനെ നോക്കി കാണേണ്ടത്? നമുക്കില്ലാത്ത സ്വാതന്ത്ര്യം എന്താ ഇവിടെ ഉള്ളത് അല്ലേ? നമ്മൾ പല രാജ്യങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ എന്തൊരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ എത്ര നല്ലൊരു നാട്ടിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ശരിക്കും കേരളം, ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എല്ലാ സംസ്ഥാനങ്ങളും പോയിട്ടുണ്ട്. ഇതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കേരളം ഈസ് ഫാർ ബെറ്റർ. കാരണം പല സംസ്ഥാനങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കേരളം എന്ന് പറയുന്നത് അത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഇച്ചിരി ചെറിയ റോഡുകളൊക്കെ ഉള്ളൂ. അതിപ്പം വലിയ റോഡുകളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സംഭവങ്ങൾ ഒക്കെ ഉണ്ട്. നമ്മുടെ ജനസാന്ദ്രതയാണെങ്കിലും ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലിവിങ്ങിലാണെങ്കിലും ഇവിടെ പട്ടിണിയും പ്രാരാബ്ദമുള്ള ആളുകൾ വളരെ കുറവല്ലേ അല്ലേ കേരളത്തില്? കുറവാണ്. ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും പട്ടിണിയും ബാക്കിയുള്ള പല പ്രശ്നങ്ങളും വളരെ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാവുന്ന കാര്യമാണ്. ഇവിടെ അങ്ങനെ കാണുന്ന ആൾക്കാർ അങ്ങനെ കാണുന്നത് വളരെ കുറവാണ്. നിങ്ങൾക്ക് അറിയാവോ ആരെങ്കിലും ഒരു നേരത്തെ അന്നം കഴിക്കാത്ത ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? പേഴ്സണലി അറിയാവോ? ഇല്ല, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. പക്ഷെ ഒരു നേരം അയാൾക്ക് ആഹാരം കിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ആരെങ്കിലും സഹായിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഇല്ലേ? തീർച്ചയാണ്. അന്നം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം. ചിലപ്പോൾ അവർ ശാരീരിക ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ പണിയെടുക്കാൻ പോകാൻ പറ്റാത്തവരോ ഒക്കെ ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ പണി കിട്ടില്ലേ? ഉറപ്പാണ്, ഇല്ലേ? പണിയെടുത്ത് പൈസ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി എടുക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. പണിയുണ്ട്. നമ്മൾ ഇതേ ആൾക്കാര് നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്നത്? നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്നു. അവിടെ നമ്മൾ ഇവിടെ ചെയ്യാത്ത പണിയെല്ലാം നമ്മൾ അവിടെ പോയി ചെയ്യും. മറ്റു പല സംസ്ഥാനങ്ങളിലും നമ്മൾ പോയി പണിയെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും പോയി പണിയെടുത്ത് അവിടെ സെറ്റിൽ ആവുന്ന പോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാർ ഇവിടുത്തെ അവസരങ്ങൾ കൊണ്ട് ഇവിടെ വന്ന് സെറ്റിൽ ആവുന്നു. എത്ര ബംഗാളികളാണ് നമ്മളിപ്പോ ഇവിടെ വന്ന് വീട് വെച്ചതും വീട് വാങ്ങുന്നതും ഇല്ലേ ആയി കാണുന്നത്? എത്ര ഭായിമാരാണല്ലേ? അപ്പൊ അവരിവിടത്തെ അവസരങ്ങൾ കണ്ട അവരുടെ ഒരു ഗൾഫാണിത് ബേസിക്കലി. അപ്പൊ ഇവിടെ അവസരങ്ങളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടത്തെ അവസരങ്ങൾ പോരാ, പക്ഷെ അവർക്ക് ഇവിടത്തെ അവസരങ്ങൾ വലിയ സംഭവമാണ്.